ഹലോ, വെട്ടത്തൂർ ഫാമിലി ക്ലിനിക്കിലെ ഡോക്ടറാണ്, ഡോക്ടർ അഷ്ക. അപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ മഴക്കാലം തുടങ്ങുകയാണ് 26 മെയ് മാസം മുതൽ. അപ്പോൾ നമ്മൾ മഴക്കാലത്തിനോടനുബന്ധിച്ച് വരുന്ന കുറച്ച് രോഗങ്ങളും അതിലെന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി ഇപ്പോൾ ചെറിയൊരു മഴ തുടങ്ങിയപ്പോഴേക്ക് തന്നെ ഒരുപാട് പേര് പല രീതിയിലുള്ള അസുഖങ്ങളായിട്ട് ക്ലിനിക്കിലൊക്കെ വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ നല്ല മൺസൂൺ ആകുമ്പോഴേക്ക്, നല്ല മഴ വരുന്ന സമയത്തേക്ക് ഇനിയും ഒരുപാട് രോഗങ്ങൾ, ചെറുതായിട്ട് പനി ജലദോഷം മുതൽ വലിയ രോഗങ്ങൾ വരെ, ഡെങ്കി, എലിപ്പനി, മലേറിയ ഒക്കെ പോലത്തെ അസുഖങ്ങളൊക്കെ ഇനി പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് വരുന്ന ചെറിയ പനി ജലദോഷത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനത്തെ രോഗങ്ങളെ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കുക, എപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ പോയി കാണേണ്ടത്, അതേപോലെ എങ്ങനെ നമുക്ക് ഈ രോഗങ്ങളിൽ നിന്ന് മാക്സിമം രക്ഷ നേടാൻ പറ്റും, അത് വരാതെ എങ്ങനെ നോക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏത് തരം രോഗലക്ഷണങ്ങളാണ് ഒരു വലിയ അസുഖത്തിൻ്റെ സൈനായിട്ട് കണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്, അങ്ങനത്തെ കുറച്ച് ലക്ഷണങ്ങൾ പറയാം. നമ്മുടെ പനിയുടെ ഒപ്പം തന്നെ വരുന്ന ഭയങ്കരമായ ശരീരവേദനയാവാം, സന്ധിവേദനയാവാം, അതേപോലെ സന്ധികളിൽ വരുന്ന നീരിറക്കം, നീര് കെട്ടിയിട്ട് ഉള്ള ഒരവസ്ഥ, ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ട്. അതേപോലെ കാലിലേക്ക് വരുന്ന നീരും, സന്ധികളിൽ മാത്രമല്ല കാലുകളിലേക്ക് വരുന്ന നീരും കാര്യമായിട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം. പിന്നെ രക്തം, നമ്മുടെ മൂക്കിലൂടെ ചെറുതായിട്ട് വരുന്ന രക്തം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒലിച്ചു വരുന്ന രക്തം, വായിലൂടെ കഫത്തിലൂടെ വരുന്ന രക്തം, മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത്, അതേപോലെ മലത്തിൽ എപ്പോഴും കാണുന്ന ഒരു കറുത്ത കളറായിട്ട് വരുന്ന മലം, ഇതൊക്കെ ഒരു വലിയ രോഗത്തിന്റെ ലക്ഷണങ്ങളാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾക്കും എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക. പിന്നെ അതേപോലെ ഉള്ളത് നമ്മുടെ തൊലിയിലൊക്കെ വരുന്ന തളിർപ്പ്, പനിയുടെ ഒപ്പം തന്നെ വരുന്ന തണുപ്പുകൾ, അതേപോലെ പാടുകളായിട്ട് വരുന്നു, ഇങ്ങനത്തെ അവസ്ഥകളിലും കുറച്ച് സീരിയസ് ആയി കണ്ടിട്ട് ഡോക്ടറെ കാണുക. പിന്നെ പനിയോടൊപ്പം വരുന്ന വേദന, കണ്ണിന്റെ ബാക്കിലൊക്കെ ആയിട്ട് വരുന്ന ഭയങ്കരമായിട്ടുള്ള വേദനകൾ, ഇടവിട്ട് വരുന്ന പനി, ഇന്നിപ്പോൾ നന്നായിട്ട് വിറച്ച് പനിച്ചു, പിന്നെ 1-2 ദിവസത്തേക്ക് വലിയ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല പനിയായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനത്തെ പനികളും കുറച്ച് കാര്യമായിട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും എങ്ങനെ വരാതെ സൂക്ഷിക്കാം എന്നുള്ളതൊന്ന് നോക്കാം. മെയിനായിട്ട് രോഗങ്ങൾ പടരുന്നത് ഇങ്ങനെ പ്രാണികൾ, കൊതുകുകൾ, ഈച്ചകളൊക്കെ പടർത്തുന്ന രോഗങ്ങൾ. ഇങ്ങനത്തെ രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ഇവരുടെ പ്രജനന സ്ഥലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കുക, വീട്ടിന്റെ പരിസരത്തൊക്കെയുള്ള വൃത്തിഹീനമായ സാഹചര്യങ്ങളിലുള്ള ഇതൊക്കെ വൃത്തിയാക്കി എടുക്കുക, കാടുകളൊക്കെ വെട്ടുക, അതേപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഒഴിവാക്കുക. പിന്നെ കൊതുക് നമ്മുടെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോറ്, ഇപ്പോൾ ഗ്യാപ്പുകളുള്ള ഡോറ്, പൊട്ടിക്കിടക്കുന്ന ജനലുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി പ്രാണികൾക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പുതിയ അടച്ചുറപ്പുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിലൊക്കെ കൊതുക് വലകളൊക്കെ ഉപയോഗിക്കാം. അതേപോലെ മൊസ്കിറ്റോ റിപ്പലൻ്റ് ആയിട്ടുള്ള ഗുഡ് നൈറ്റ് ഒക്കെ പോലെയുള്ളത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ തേക്കുന്ന ക്രീമുകളൊക്കെ ആയിട്ടുണ്ട്, മൊസ്കിറ്റോ കൊതുകിനെ അകറ്റി നിർത്തുന്ന, കൊതുക് കടിക്കാത്ത രീതിയിലുള്ള ക്രീമുകളൊക്കെ അവൈലബിൾ ആണ്, അതും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേറൊരു രീതിയിൽ രോഗം പടരുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷ്യസാധനങ്ങളിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമുക്ക് തിളപ്പിച്ചാറിയ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. പുറത്തൊക്കെ പോകുമ്പോൾ സ്ട്രീറ്റ് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഏത് തരം വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പച്ചക്കറികളൊക്കെ നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകുക. ഒരു ബോളൊന്നും എടുത്തിട്ട് കഴുകാതെ പൈപ്പ് തുറന്നു വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ശേഷം മാത്രം ഉപയോഗിക്കുക. മാക്സിമം പച്ചക്ക് കഴിക്കുന്ന സാലഡുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. മാക്സിമം തിളപ്പിച്ച് വേവിച്ച സാധനങ്ങൾ മാത്രം കഴിക്കുക.
പിന്നെ രോഗം വരാനുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ നനഞ്ഞ മണ്ണ്, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെരുപ്പിടാതെ നടക്കുന്നു. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ വരുന്ന രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. കെട്ടിക്കിടക്കുന്ന തോടുകൾ, റോട്ടിലെ വെള്ളമാവാം. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ മാക്സിമം ചെരുപ്പിട്ട് മാത്രം നടക്കുക. ഇനിയിപ്പോൾ അഥവാ നമ്മളൊന്ന് മഴ നനഞ്ഞാലും വീട്ടിലെത്തിയതിന് ശേഷം ഉടനെ കുളിച്ച് തോർത്തിയതിന് ശേഷം മാത്രം റെസ്റ്റ് എടുക്കുക. മഴ നനഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാക്കാതിരിക്കുക. അതേപോലെ നമ്മൾ നനഞ്ഞ വസ്ത്രങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കുക. ഉണങ്ങാത്ത വസ്ത്രങ്ങൾ നമ്മൾ ഉണക്കാനിട്ടാൽ മഴക്കാലത്ത് ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഉണങ്ങാത്ത വസ്ത്രങ്ങൾ ഇടുന്നതിലൂടെയും നമ്മുടെ തൊലി സംബന്ധമായിട്ടുള്ള കുറേ രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതും മാക്സിമം ഒഴിവാക്കുക. അപ്പൊ ഇനി നമുക്ക് ചെറിയ പനി, ജലദോഷങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങളുള്ള പനിയല്ല. അങ്ങനത്തെ പനികൾക്ക് എന്തായാലും ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ. അതല്ല, ചെറിയ പനി, ജലദോഷങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് അതൊക്കെ ചെയ്യാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞള്, അതേപോലെ ഫ്രൂട്ട്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചക്ക, പപ്പായ, ഇതൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ പുറത്തുനിന്ന് പറയുകയാണെങ്കിൽ ചിയാ സീഡ്സ്, അതേപോലെ നന്നായിട്ട് പ്രോട്ടീനും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കോഴിയിറച്ചി ആവാം, പോത്തിറച്ചി ആവാം, മുട്ടയാവാം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഉള്ളത് തൈര്, മോര്, അതും വയറിന് നന്നാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് കുടിക്കുന്നത്. വല്ലാതെ പുളി വേണമെന്നില്ല, പുളിയൊക്കെ കുറഞ്ഞ തൈര്, മോര് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും തൊണ്ടവേദന, ജലദോഷമൊക്കെ വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായ കുപ്പിളിക്കാൻ തുടങ്ങുക. അതേപോലെ ഭക്ഷണത്തിന് മുമ്പും ശേഷമൊക്കെ നന്നായിട്ട് കൈ സോപ്പിട്ട് തന്നെ കഴുകി ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ആവി പിടിക്കുക. അതേപോലെ എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം ദിവസവും കുടിക്കുന്ന രീതിയിൽ. മഴക്കാലമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദാഹം തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കൂടി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നന്നായിട്ട് വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, ആവി പിടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക.